ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല മഴയാണ്. നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റ്. പപ്പ വണ്ടി എടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, കണ്ണൂരും മഴയ്ക്കൊരു കുറവും വന്നിട്ടില്ല. നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വെറുതെ ഒന്ന് പുറത്തേക്കൊന്ന് പോയി ഇറങ്ങിയതാണ് കുറച്ച് ഫിഷൊക്കെ വാങ്ങാനായിട്ട്. പുറത്ത് നല്ല മഴയാണ്. മഴയിൽ യാത്രയും കൂടുതലും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫിഷ് മാർക്കറ്റിലേക്ക് വലിയ വലിയ മീനാണ് ഇവിടെ. കൊഞ്ച്, ആവോലി. നമ്മൾ മേടിക്കാൻ പോകുന്ന ആവോലിയാണ്. അപ്പം ഞങ്ങളിന്ന് വാങ്ങിയത് ആവോലിയാണ്. കുട്ടികൾക്ക് ഇഷ്ടം ആവോലിയാണ്. ആവോലി കൊണ്ട് കറി വെക്കാനായിട്ടല്ല, ആവോലി കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇലയ്ക്കകത്ത് വറുത്ത് കൊടുക്കണമെന്നാണ് കുട്ടികൾ പറയുന്നത്. മോൾക്ക് ഇലയ്ക്കകത്ത് വറുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ക്ലീൻ ആക്കിയ ശേഷം ഒരു വാഴയിലേക്ക് എടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെല്ലാം പീസാക്കി 2 പീസാക്കി ഒരു മീൻ വാങ്ങിച്ച് ടോട്ടൽ 2 പീസാക്കിയിട്ടുണ്ട്. 2 പീസാക്കി ഇടയ്ക്കൊന്ന് വരഞ്ഞൊക്കെ കൊടുത്ത് പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി ഉപ്പുമൊക്കെ ഇട്ട് അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ എല്ലാം ഒന്ന് അരച്ചിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ? ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇലയൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൊച്ചു കിച്ചണിൽ ഒരു കൊച്ചു ആവോലി ഇലയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലവണ്ണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് മുളകൊക്കെ ചേർത്ത് എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. ആ സമയത്തേക്ക് നമ്മളൊരു ഇലയൊക്കെ വെട്ടാനായിട്ട് പോകണം. ഒരു ഇലയൊക്കെ എടുത്ത് ഇല എടുക്കുന്ന ശേഷം ആ ഇല തുടച്ചിട്ട് ഇലയ്ക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തേക്കണം. ആ ഇലയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം വെളിച്ചെണ്ണ. അത് മോളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കള ചെയ്യുവാണ്. ഉണ്ടോ? അതിൽ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ആ വൃത്തിയാക്കി വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആവോലി എടുത്ത് ഇലയിലേക്ക് വെച്ചാൽ മതി. It's DJ. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാന്ന്. കഴിക്കാൻ നല്ല അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.